ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രക്ഷാ ധനസമാഹരണ പദ്ധതിക്കെതിരെ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയ ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനിവലന്റ് ഫോറം പ്രസിഡന്റിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ് RJ സജിത്ത്. മെഡിക്കൽ സർവീസസ് നടത്തുക, അതുപോലെ തന്നെ മരിച്ചുപോയ ഡെഡ് ബോഡികൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുക, ഇതൊക്കെയാണ് ICBF-ന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ എന്തിനാണ് ICBF-നെ ഈ കാര്യം അറിയിക്കേണ്ടുന്നത്? ഇത് കൂടാതെ ICBF-നെതിരെ പണം ദുരുപയോഗം ചെയ്തതിന് ഞങ്ങൾ റെഡ് പെറ്റീഷൻ കൊടുത്ത നിലവിലാണ്. അവിടെയുള്ള പാവപ്പെട്ട ആളുകളുടെ അടുത്ത് നിന്നും $2 വീതം നിർബന്ധപൂർവമായി പിരിച്ചെടുക്കുകയാണ്. ഈ പണം മുഴുവൻ ദുരുപയോഗം ചെയ്യുകയാണ്. ഇപ്പൊ വെറുതെ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, പൊതുജനങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാവികരെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി ICWF 8.5 കോടി രൂപ ചെലവഴിച്ചതിന് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക ദുരുപയോഗത്തെ രൂക്ഷമായി വിമർശിച്ചു. തുടർന്ന് കേരള ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. ഇതിന്റെ വൈരാഗ്യം തീർക്കുന്നതിനായാണ് രക്ഷാപദ്ധതിയെ തുരങ്കം വയ്ക്കാൻ ഷാനവാസ് ബാവ വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തുന്നതെന്ന് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് പ്രസിഡന്റ് RJ സജിത്ത് പറഞ്ഞു. ICBF-നെതിരെയും ഷാനവാസ് ബാവയ്ക്കെതിരെയും വ്യക്തിപരമായും മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഒരു ക്യാമ്പയിൻ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ചെക്ക് കേസിൽപ്പെട്ട് ദുബായിൽ ട്രാവൽ ബാൻ നിലനിൽക്കുന്ന കോഴിക്കോട് ബേപ്പൂർ സ്വദേശി നിർമ്മൽ രാജ് മണ്ടോടിയുടെ ഭാര്യ ശ്രീരേഖ TK, അമ്മമാരുടെ കൂട്ടായ്മയുടെ കൺവീനർ സലീന ബാബു തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.